Assalamualaikum warahmatullah. Bismillah walhamdulillah. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. ബഹുമാന്യനായ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ റാംപുനിയാം, അതുപോലെ വേദിയിലിരിക്കുന്ന SSF SYS മുസ്ലിം ജമാഅത്ത് നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSFൻ്റെ 31ാമത് സാഹിത്യോത്സവത്തിൻ്റെ ജില്ലാ സംഗമത്തിലാണ്. ഈ പരിപാടിക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽസ് ഫോറം IPF-ന് വേണ്ടിയുള്ള ആശംസകൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഈ ഒരു വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ നിങ്ങളോടൊപ്പം, കുട്ടികളോടൊപ്പം വളരെയധികം താഴോട്ട് വന്ന് കുട്ടികളോടൊപ്പം ഒന്ന് ആസ്വദിക്കുകയാണ്. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ വേദിയിൽ ക്യാമ്പസ് വിഭാഗത്തിൽ മലയാള പ്രസംഗത്തിന് വേണ്ടി ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് കിട്ടിയ വിഷയം ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികളാണ്. വളരെ ആവേശത്തോടെ പ്രസംഗിച്ചു, 2ാം സ്ഥാനം നേടി. ആ ഒരു ആവേശം, സാഹിത്യോത്സവിൽ നിന്നും എനിക്ക് കിട്ടിയ ആവേശം തീർച്ചയായിട്ടും ഇന്ന് എന്നെ അഭിഭാഷകനായി രൂപകൽപ്പന ചെയ്ത് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കാലെടുത്ത് വെക്കാനുള്ള ഒരു അഭിഭാഷകനായി വളർത്തുവാൻ എൻ്റെ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. സോ I proudly tell you that I am the product of Sunni Students Federation, SSF. Mr. Rampunia, the main slogan of this organization is moral revolution. Moral revolution. You already told us that about the constitutional morality. So we are keeping the morality in India. This is an organization fighting for the morality and the moral values. Okay? I'm not extending my speech. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, കോൺഫിഡൻസ് ആൻഡ് ദ ഹാർഡ് വർക്ക് ആർ ദി ഓൺലി മെഡിസിൻസ് ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലിയർ. പരാജയം എന്ന അസുഖത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള മരുന്ന് എന്ന് പറയുന്നത് അത് ആത്മവിശ്വാസവും കഠിനാധ്വാനമാണ്. കഠിനാധ്വാനം വേണം. ഞാനും ഇതുപോലെ ഒരു മത്സരാർത്ഥിയായിട്ട്, ഹനീഫ് പാനൂരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ നേതാക്കളാണ്, അബ്ദുൾ റഷീദ് സക്കാഫിയൊക്കെ ഉണ്ട്. അന്ന് ഞാൻ സർ സെയ്ദ് കോളേജിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ സാഹിത്യോത്സവത്തിൻ്റെ പരിപാടിയിൽ ഇതുപോലൊരു മത്സരാർത്ഥിയായി വരുമ്പോഴൊക്കെ എനിക്ക് ആവേശം പകർന്നിരുന്ന ആളുകളാണ് ഇതൊക്കെ. ബഹുമാനനായ RP ഹുസൈൻ മാസ്റ്ററുടെ കൈപിടിച്ചുകൊണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് SSFൻ്റെ പ്രവർത്തകനായിട്ട് വന്നപ്പോൾ അന്ന് കിട്ടിയ ഒരു കരുത്ത്, വായിക്കാനും ചിന്തിക്കുവാനും പ്രസംഗിക്കുവാനും അതുപോലെ തന്നെ എഴുതുവാനും കിട്ടിയൊരു കഴിവ്, അതെന്നെ ഇന്ന് എൻ്റെ അഭിഭാഷക വൃത്തിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ട്. ഈ സംഘടനയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ LLB പഠിക്കുന്ന കാലം തൊട്ട് എല്ലാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അവിടെയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സധൈര്യം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് ഈ സംഘടനയിൽ പ്രവർത്തിച്ചപ്പോൾ കിട്ടിയതാണ്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ലെവലിൽ ജൂനിയർ ലോയേഴ്സിൻ്റെ അഭിഭാഷക അഡ്വക്കസി മത്സരത്തിൽ വിന്നറായിക്കൊണ്ടൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ജൂനിയർ ലോയർ ഓഫ് സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങാൻ പറ്റിയതൊക്കെ അതിനൊക്കെ പിന്നിൽ ഈ SSFിലൂടെ സഞ്ചരിച്ചു വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകമായ കഴിവുകളുണ്ടാവും. നിയമരംഗത്തേക്ക് എന്നെ പ്രാപ്തനാക്കിയതും ചിന്തിപ്പിച്ചതൊക്കെ SSFിൽ വന്നപ്പോഴാണ്. ഇന്ന് അഭിമാനം തോന്നുന്നു, നമ്മുടെ രാജ്യത്തെ വിവിധ പ്രശ്നങ്ങൾ നിയമരംഗത്തും ഏത് വിഷയങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് കോടതിയിലാണ്. ഇന്നലെ നടത്തിയ സുപ്രീം കോടതിയുടെ ചില വിധികളൊക്കെ, ഹിജാബ് കേസൊക്കെ ഇനിയും വരാനുണ്ട്. ഇത്തരം നീതിപീഠങ്ങൾക്ക് മുന്നിൽ കൃത്യമായി ഇസ്ലാമിൻ്റെ സന്ദേശം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു അഭിഭാഷകനാക്കി വളർത്തുന്നതിന് പിന്നിൽ SSF ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സംഘടനാ രംഗത്ത് വളർന്നു വരുന്ന കുട്ടികൾ, ഇന്ന് മാർക്കസ് സ്റ്റോക്ക് കോളേജിൻ്റെ കീഴിൽ LLB പഠിച്ചുകൊണ്ട് കുറേ കുട്ടികൾ, സക്കാഫി കുട്ടികൾ വരികയാണ്. വളരെ അഭിമാനം തോന്നുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉസ്താദിനെ കേരള ഹൈക്കോടതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി ഒരു പ്രധാനപ്പെട്ട കേസിൽ 7 ദിവസം വാദം നടത്തുവാൻ അദ്ദേഹത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ
എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ എല്ലാവർക്കും കഴിയും. എല്ലാവർക്കും ഒരു പ്രത്യേകമായ കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ കണ്ടെത്തി അതിനെ വളർത്തി പരിപോഷിപ്പിച്ച് ഉന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരമാണ് സാഹിത്യോത്സവം. അതുപോലെ തന്നെ സാഹിത്യോത്സവ് അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ എല്ലാ ആവേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ. ആശംസകൾ അറിയിക്കുന്നു സഫ്വാൻ സഖാഫി പൂക്കുന്ന്, എക്സിക്യൂട്ടീവ്